സിറ്റി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്, സുൽത്താൻ ഗോൾഡ്, MG റോഡ്, കാസർഗോഡ്. ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. പറക്കാട് ജുവൽ, ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. ഐവ സിൽക്സ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. റെയിൽവേ സുരക്ഷാ നടപടികൾ പോലീസ് ശക്തമാക്കുന്നു. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് DIG S. ശ്രീജിത്ത്. ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ആശാകേന്ദ്രമായി പോളി ക്ലിനിക് കാഞ്ഞങ്ങാട്ട് തുടങ്ങി. ക്ഷേമനിധി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി KSKTU വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. നെല്ലിക്കാട്ടെ യുവാക്കളുടെ കൂട്ടായ്മ നാടിന് മാതൃകയാവുന്നു. കൂട്ടകനിയുടെ മുറ്റത്ത് ക്യാബേജും കോളിഫ്ലവറും വിളഞ്ഞു. ഇനി വിളവെടുപ്പ് കാലം. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാജ ബോംബ് കണ്ടെത്തിയ സാഹചര്യത്തിൽ റെയിൽവേ സുരക്ഷ ശക്തമാക്കുന്നു. പോലീസും RPFും ഒരുമിച്ചാണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും പോലീസും RPFും ചേർന്നുള്ള സംഘമാണ് സുരക്ഷാ സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും DIG S. ശ്രീജിത്തും RPF കമാൻഡന്റ് ഇൻചാർജ് C. രാംദാസും പറഞ്ഞു. ഒരു തരത്തിലുള്ള ഒരു അട്ടിമറി ശ്രമവും വിജയിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെട്രോളിംഗ് അവിടെ സുസജ്ജമായി തുടർന്ന് നടപ്പാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ ഭാഗമായിട്ട് RPFിൻ്റെ കമാൻഡൻ്റ് ഇവിടെയുണ്ട്. പിന്നെ കേരള റെയിൽവേ പോലീസിൻ്റെ DYSP ഉണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള DYSP സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇതിനെ ഏകോപനം നടത്തുന്നത്. മംഗലാപുരം RPFിൻ്റെ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ട്രെയിൻ ആൻഡ് ട്രോളി പെട്രോളിംഗ് കൂടാതെ ഫുഡ് പെട്രോളിംഗ് ഇത് രണ്ടും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റെയിലിൻ്റെ ഒരു ഭാഗം പോലും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള പെട്രോളിംഗ് ഇവിടെ ആ വ്യവസ്ഥ ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ട്രോളിയിലുള്ള ഒരു സഞ്ചാരം ഉണ്ടായിരുന്നു. അത് ഇനി എല്ലാ ദിവസവും ട്രോളിയിലും ട്രെയിനുകളിലുമായി, അതുകൂടാതെ 8 കിലോമീറ്റർ വീതമുള്ള സെക്ടറുകളായി തിരിച്ചിട്ട് 10ഓളം പെട്രോളിംഗ് പാർട്ടീസ് ബൈ ഫുട്ട് സഞ്ചരിക്കുകയും ചെയ്യും. ഇത് കൂടാതെ റെയിൽവേ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീമന്മാരുമായിട്ടും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയകരമായ സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് വേണ്ട സത്വര നടപടിയെടുക്കാനുമായിട്ടുള്ള തീരുമാനമെടുത്തു. ഊർജിതമായ പെട്രോളിങ്ങും ഇത്തരത്തിലുള്ള ഏതു തരത്തിലുള്ള വിധ്വംസ ശക്തികളെ നേരിടാനായിട്ട് പൂർണ്ണ സജ്ജമായിട്ട് പോലീസ് സംയുക്തമായിട്ട് ഇത്തരത്തിലുള്ളൊരു സഹകരണം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. RPFും GRPയും കേരള ലോക്കൽ പോലീസും തമ്മിൽ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഈ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പെട്രോളിംഗ് ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുരക്ഷാ സേനാംഗങ്ങൾ ട്രെയിനിലും പാളങ്ങളിലൂടെ ട്രോളിയിലും കാൽനടയിലും പരിശോധന നടത്തും. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ 8 കിലോമീറ്റർ വീതമുള്ള പ്രത്യേക മേഖലകളായി തിരിച്ചായിരിക്കും പരിശോധന നടത്തുന്നത്. ഓരോ മേഖലയ്ക്കും 10 പേരടങ്ങുന്ന സംഘത്തെയും നിയോഗിക്കുമെന്നും DIG പറഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ സുരക്ഷാ സേനാംഗങ്ങൾ ചെറുവത്തൂരിൽ നിന്നും കാഞ്ഞങ്ങാട് സ്റ്റേഷൻ വരെ ട്രോളിയിൽ യാത്ര നടത്തി. ചെറുവത്തൂർ വ്യാജ ബോംബ് സംഭവത്തെ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് റെയിൽവേ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ചെറുവത്തൂരിലെ വ്യാജ ബോംബ് പരീക്ഷണ ബോംബാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സൈനികർക്കും ആശ്രിതർക്കുമായി അനുവദിച്ച പോളി ക്ലിനിക് കാഞ്ഞങ്ങാട്ട് സൗത്തിൽ തുടങ്ങി. കേന്ദ്ര സർക്കാരാണ് സ്ഥാപനം അനുവദിച്ചത്. ജില്ലയിലെ 8000-ഓളം വിമുക്ത ഭടന്മാർക്ക് പോളി ക്ലിനിക്കിന്റെ പ്രയോജനം ലഭിക്കും. കമാൻഡർ കേണൽ DS സൈനി പോളി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു.
3 ഡോക്ടർമാരുടെ സേവനവും ഫാർമസി, എക്സ്റേ, ലാബ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ KC അബ്രഹാം, K നാരായണൻ നായർ, വിജയൻ നായർ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. KSKTU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, പെൻഷൻ 1000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കാൽനട പ്രചരണ ജാഥ നടക്കുന്നത്. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച ജാഥ KSKTU ജില്ലാ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ല. അത് സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ടോ ആ പെൻഷൻ കൊടുത്താൽ ഉപയോഗിക്കാൻ കഴിയില്ല. പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലകളിലേക്ക് ഇങ്ങനെയുള്ള തുക കൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു അന്ന് കരുണാകരൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ എന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത്. അന്ന് നായനാട് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആവില്ല, നിങ്ങളുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഈ സർക്കാരിന്റെ നയം അങ്ങനെയല്ല. കാരണം കേരളത്തിലെ കർഷക തൊഴിലാളികൾ മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായിട്ടാണ് ഈ കേരളം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായിട്ടാണ് കാർഷിക ഫലപ്രാപ്തിയുള്ള ഒരു മണ്ണായിട്ട് ഈ കേരളം മാറിയിട്ടുള്ളത്. അവർ കഷ്ടപ്പെട്ട് അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഒരു ഫലം എല്ലാ നിലയും അവര് ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മാറ്റിവെക്കാൻ അവർക്ക് കഴിയാത്ത ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരു 45 രൂപ പെൻഷൻ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അത് നല്ല അർത്ഥത്തിൽ കാണണമെന്നാണ് ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EK നായനാർ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കർഷക തൊഴിലാളി പെൻഷൻ എന്ന് പറഞ്ഞ സ്കീം 1980-ലാണ് കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. O കൃഷ്ണൻ, P ദാമോദരൻ, കൃഷ്ണൻ കുട്ടമത്ത്, പള്ളി K രാധാകൃഷ്ണൻ, P കുഞ്ഞികൃഷ്ണൻ, C ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ക്രിമിനൽ സ്വഭാവം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ ജില്ലാ പോലീസ് ചീഫ് K സുരേന്ദ്രൻ നിർദ്ദേശിച്ചു. തൊഴിലാളികളെ നിർത്തുന്ന ഉടമകൾ അവരുടെ പൂർണ്ണ വിവരം ശേഖരിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അന്യദേശങ്ങളിൽ നിന്നും വന്ന് ജില്ലയിൽ വാടക വീടുകളിലും മറ്റും താമസിക്കുന്ന തൊഴിലാളികളുടെ പടങ്ങളോടെയുള്ള വിവരങ്ങൾ അതാത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് നൽകാൻ ജില്ലാ പോലീസ് ചീഫ് S സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൊഴിലാളികളുടെ വിവരം കെട്ടിടം ഉടമ പടം സഹിതം രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കണം. അതിൻ്റെ പകർപ്പ് അതാത് സ്റ്റേഷനിൽ ഹൗസ് ഓഫീസർമാർക്ക് 2 ആഴ്ചക്കകം നൽകുകയും വേണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് ചീഫ് പറഞ്ഞു. ഇത്തരം വിവരങ്ങൾ സൂക്ഷിക്കാത്ത വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും താമസിക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ക്രിമിനൽ കേസിൽ പ്രതികളാവുകയോ ചെയ്താൽ ഇതിന് കെട്ടിട ഉടമകൾ കൂടി ഉത്തരവാദിയാകും. ഇവർക്കെതിരെ പ്രേരണ, ഗൂഢാലോചന കുറ്റങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യും. അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടൽ, കെട്ടിട നിർമ്മാതാക്കൾ, കെട്ടിട നിർമ്മാണ കരാറുകാർ, റോഡ്, ടാറിംഗ്, കുഴൽക്കിണർ നിർമ്മാണം തുടങ്ങിയ ജോലികൾക്കായി തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുന്നവർ, വീട്ടുടമസ്ഥർ എന്നിവർ അവരുടെ കീഴിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളിലെ മുഴുവൻ വിവരവും പടം സഹിതം രജിസ്റ്ററിൽ എഴുതി വെക്കുകയും വേണം. അത് ഒരു അസൽ സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടെ ശരിയാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോലീസ് ആവശ്യപ്പെട്ടാൽ അത് ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ ബന്ധപ്പെട്ട വിവരം പോലീസിൽ അറിയിക്കണം. വീഴ്ച വരുത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22022070 lines. Mansoor Hospital. Dedication, determination and divinity. കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്തൊരു ഷോപ്പിംഗ് വിസ്മയം, ഫാൽക്കോ വെഡിംഗ് സെന്റർ.
ഫാൽക്കോ ടവർ, കാഞ്ഞങ്ങാട്. രുചിക്ക് ഇതാ ഒരു പുതിയ പര്യായം. പാലേറ്റ് അച്ചാറുകൾ. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കറി മിശ്രിതം എന്നിവ ചേർത്ത് എണ്ണ ചേർക്കാതെ പാകം ചെയ്യുന്ന ഒരു ഭക്ഷ്യാമൃതം. ശരീരത്തിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും പുത്തൻ ഉണർവിനും വളരെ ഉചിതമെന്ന് പുരസ്കാരങ്ങൾ ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ വിധിയെഴുതിയ പാലേറ്റ് അച്ചാറുകൾ. രുചിയിൽ മുമ്പൻ, ഗുണത്തിൽ കേമൻ. പാലേറ്റ് അച്ചാറുകൾ എല്ലാ പ്രമുഖ കടകളിലും ലഭിക്കുന്നു. പാലേറ്റ് അച്ചാർ ജസീൽ സെന്റർ, പുതിയകോട്ട, കാഞ്ഞങ്ങാട്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ പാലേറ്റ് ഗ്രൂപ്പിൽ നിന്നും ഇനി രുചികരമായ പാലേറ്റ് അച്ചാറുകളും. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റാരും ഇതുവരെ അണിയാത്ത തരം ഡിസൈനുകൾ, അതും BIS ഹോൾമാർക്കുള്ള 916 സ്വർണ്ണത്തിൽ തീർത്തവ. IGI സർട്ടിഫൈഡ് ഡയമണ്ടോട് കൂടിയവ. പ്ലാറ്റിനം ആണെങ്കിൽ ഉറപ്പായും PGI സർട്ടിഫിക്കേഷൻ ഉള്ളവ. പിന്നെ ആജീവനാന്ത മെയിന്റനൻസ് ലഭിക്കുന്ന ആഭരണങ്ങൾ മാത്രം വാങ്ങുന്നു ഞാൻ. അത് മിതമായ പണിക്കൂലിയിലാണോ ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിയാണ്. കാരണം ഇതെല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം സുൽത്താൻ ഗോൾഡ് തന്നെ. 100% പരിശുദ്ധി, 100% വിശ്വസ്തം, 100% വൈവിധ്യം. അതിലുപരി മിതമായ പണിക്കൂലിയിൽ. ഇവയെല്ലാം ഒരുമിച്ച് സുൽത്താൻ ഗോൾഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഞാനെന്തിന് മറ്റൊരു സ്ഥലം അന്വേഷിച്ചു പോകണം? Preserve values. Precious Gold. Sultan Gold. MG Road, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. അതിനു മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ സുരക്ഷാ നടപടികൾ പോലീസ് ശക്തമാക്കുന്നു. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് DIG S. ശ്രീജിത്ത്. ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ആശാകേന്ദ്രമായി പോളി ക്ലിനിക് കാഞ്ഞങ്ങാട്ട് തുടങ്ങി. ക്ഷേമനിധി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി KSKTU വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. നെല്ലിക്കാട്ടെ യുവാക്കളുടെ കൂട്ടായ്മ നാടിന് മാതൃകയാകുന്നു. കൂട്ടകനിയുടെ മുറ്റത്ത് ക്യാബേജും കോളിഫ്ലവറും വിളഞ്ഞു. ഇനി വിളവെടുപ്പ് കാലം. ആഗോള സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ ബാധിക്കാതിരുന്നത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് M. യോഗേഷ് പ്രഭു പറഞ്ഞു. കാസർഗോഡ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ ബാധിക്കാതിരുന്നതിന് കാരണം സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് കർണാടക ഡെപ്യൂട്ടി സ്പീക്കർ M. യോഗേഷ് ഭട്ട് പറഞ്ഞു. കാസർഗോഡ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 100ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ വിപ്ലവം കൊണ്ട് മാത്രമാണ് രാജ്യത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിഞ്ഞത്. പല ദുർഘടഘട്ടങ്ങളും താണ്ടിയാണ് സഹകരണ മേഖല രാജ്യത്ത് നിലയുറപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದ ಮಲ್ಟಿನ್ಯಾಷನಲ್ ಕಂಪನಿಗಳ ಸ್ಪರ್ಧೆ ಬರುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಅದಕ್ಕೆ ಪೂರಕವಾಗಿ ನಮ್ಮನ್ನು ನಾವು ಎಕ್ವಿಪ್ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತಾ ಅನ್ನೋದು ಕೂಡ ಯೋಚನೆ ಮಾಡಬೇಕು. ನಾವು ಎಲ್ಲಿ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಗೆಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗೋದಿಲ್ಲ, ಅಲ್ಲಿ ನಾಶ ಅಥವಾ ಡಿಕ್ಲೈನಿಂಗ್ ಟ್ರೆಂಡ್ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗುತ್ತೆ. ಮಾರ್ಕೆಟಿಂಗ್ ಸ್ಟ್ರಾಟಜಿಯಲ್ಲಿ ಕೂಡ ಅದೇ ರೀತಿಯಲ್ಲಿ ಗ್ರಾಹಕರಿಗೆ ಬೇಕಾದಂಥ ಸೇವೆ ಕೊಡೋದ್ರಲ್ಲಿ ಕೂಡ ಹೊಸ ಹೊಸ ಆವಿಷ್ಕಾರಗಳನ್ನು ಯೋಚನೆ ಮಾಡಿ ರಿನ್ಯೂವೇಟಿವ್ ಐಡಿಯಾಸ್ ಮೂಲಕ ನಮ್ಮ ಕೋಆಪರೇಟಿವ್ ಚಳವಳಿಗೆ ಅಥವಾ ಅದಕ್ಕೆ ಹೊಸ ಆವಿಷ್ಕಾರಗಳನ್ನು ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದ್ದಲ್ಲಿ ನಾವು ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳನ್ನು ಮೀರಿಕೊಂಡು ನಾವು ಗೆಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗುತ್ತೆ. ಈ ಒಂದು ಜನಸಾಮಾನ್ಯರಿಗೆ ಕೂಡ ಒಳ್ಳೆಯ ಸೇವೆಯನ್ನು ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗುತ್ತೆ. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. K. ദിവാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. ഗിരിധർ കാമത്ത് ഉപഹാര സമർപ്പണം നടത്തി. ലോൺ പദ്ധതി P. കരുണാകരൻ MPയും നിക്ഷേപ പദ്ധതി നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ളയും നിർവഹിച്ചു. നാനാതുറകളിലെ നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് AC. അശോക് കുമാർ സ്വാഗതവും K. മാധവ ഹെറാല നന്ദിയും പറഞ്ഞു. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് GUP സ്കൂളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. കൺവെൻഷൻ എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കരിക്കുലം കമ്മിറ്റിയിൽ KSTF പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, 1ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനത്തിന് അവസരമൊരുക്കുക, പാർട്ട് ടൈം അധ്യാപകർക്കും എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ മുന്നോട്ട് വെച്ചു. സംസ്ഥാന പ്രസിഡന്റ് K. പ്രദീപ് കുമാർ, PN മധുസൂദനൻ, സനൽ ചന്ദ്രൻ, മാധവൻ ഓലാട്ട്, അരുൺകുമാർ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതത്തെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അത് കേവലം 5ാം ക്ലാസ് മുതലോ 8ാം ക്ലാസ് മുതലോ പോരാ. അത് 1ാം തരം മുതൽ സംസ്കൃത പഠനത്തെ അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നുള്ള നമ്മുടെ ശക്തമായ ആവശ്യം. നെല്ലിക്കാട്ടെ യുവാക്കളുടെ കൂട്ടായ്മ മാതൃകയായി. യുവാക്കളുടെ ഒരുമയിൽ ഇവിടെ ഉയർന്നു വന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം.
പ്രദേശത്തെ 30ഓളം യുവാക്കളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ കൂട്ടായ്മയിൽ നെല്ലിക്കാട്ട് പണികഴിപ്പിച്ച രതീഷ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. തെയ്യം കലാകാരൻ കൃഷ്ണൻ പണിക്കർ രതീഷ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പുഷ്പലത, നെല്ലിക്കാട്ട് അജയകുമാർ, കൃഷ്ണൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മുരളീധരൻ സ്വാഗതവും വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കൃഷ്ണൻ പണിക്കരെ ഗോപിനാഥൻ മാസ്റ്റർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നെല്ലിക്കാട് യുവാക്കളുടെ ഒത്തൊരുമ ഇതിനകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ചെറിയ സംഖ്യ ഉപയോഗിച്ച് സേവന പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുകയാണ് ഇവർ ഇപ്പോൾ. മരണാനന്തര സംസ്കാര ചടങ്ങുകൾക്കും അടിയന്തര ചികിത്സാ പ്രവർത്തനങ്ങൾക്കും ആദ്യം ഓടിയെത്തുന്നതും നെല്ലിക്കാട്ടെ യുവാക്കളുടെ ഈ കൂട്ടായ്മയാണ്. ഒരിടവേള കൂടി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഒരിക്കൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ABC ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്റർനാഷണൽ കമ്പനികളായ റോക്ക, RAK, സൊമാനി, കജാരിയ, ഗ്രോഹെ, ജാഗ്വർ, പാരിവെയർ, ജോൺസൺ, ഏഷ്യൻ മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ. അതെ, നിങ്ങളും ഒരു വീടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ മറക്കാതെ ABCയുടെ ഷോറൂം സന്ദർശിക്കുക. ABC സെയിൽസ് കോർപ്പറേഷൻ, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഇനി വീടിനും അകത്തളങ്ങൾക്കും ആരും കൊതിക്കുന്ന സ്വപ്നഭംഗി. തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെയും ഗ്യാരണ്ടി ആഭരണങ്ങൾ, പേൾ, സ്റ്റോൺ, വൈറ്റ് ഗോൾഡ് ആഭരണങ്ങൾ തുടങ്ങി ഫാഷൻ ഡിസൈനിങ്ങിന് ആവശ്യമായ മെറ്റീരിയലുകളുടെയും കമനീയ ശേഖരം മിനാർ ജ്വൽസ്. കൂടാതെ ജ്വൽ മേക്കിംഗ്, സാരി ഡിസൈനിംഗ്, മെഹന്തി ഡിസൈനിംഗ് എന്നിവയ്ക്കുള്ള ട്രെയിനിംഗ് ക്ലാസുകളും. മിനാർ ജ്വൽസ്, ബംഗാച്ചേരി കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്. തനി തങ്ക പൊൻവെട്ടം, കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം. സിറ്റി ഗോൾഡിൻ ശേലുള്ള പൊന്ന്, മഞ്ചിവൾ കേകും അഴകുള്ള പൊന്ന്. സിറ്റി ഗോൾഡ്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, നുപ്പുള, ദി ഗ്ലോ ഓഫ് പ്യൂരിറ്റി. വാർത്തകൾ തുടരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മുന്നിൽ വീണ്ടും എൻവിസാജിന്റെ സഹായധനം. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ 10 കുടുംബങ്ങൾക്ക് കൂടി ധനസഹായ വിതരണം നടത്തി. ദുരിതബാധിതരായ 10 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതമാണ് സഹായങ്ങൾ നൽകിയത്. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K. വിനോദ് ചന്ദ്രൻ സഹായങ്ങൾ വിതരണം ചെയ്തു. അബുദാബി എൻവിസാജ് സമാഹരിച്ച തുകയാണ് ചടങ്ങിൽ നൽകിയത്. UAE കോർഡിനേറ്റർ KM അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. VTV ദാമോദരൻ, ഹസൻ മാങ്ങാട്, മനോജ് കുമാർ ഉദയപുരം, മോഹനൻ പുലിക്കോടൻ, AS മുഹമ്മദ് കുഞ്ഞി, KS അബ്ദുല്ല എന്നിവർ സംബന്ധിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് അന്ന് പറയാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഈ എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അവരുമായി ബന്ധപ്പെടണമെന്നേ ഞങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നുള്ളൂ. ആ നിലയിലാണ് അന്ന് MA റഹ്മാൻ മാഷ്, അതുപോലെ നാരായണ പെരി, അങ്ങനെയുള്ള ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ഞങ്ങൾ അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും സംഘടനകൾക്കും നൽകുകയായിരുന്നു. വീട്ടിലെത്തിയ ഭീമൻ മൂർഖൻ പാമ്പ് ഭീതി പടർത്തി. മുള്ളേരിയയിലെ അജേഷിന്റെ വീട്ടിലേക്കാണ് മൂർഖൻ പാമ്പ് എത്തിയത്. 1.5 മീറ്ററിലേറെ നീളവും വൻ ഭാരവുമുള്ള പാമ്പ് കോഴിക്കൂട്ടിലേക്കാണ് എത്തിയത്. 2 കോഴികളെ കൊല്ലുകയും ചെയ്തു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. പുരോഗമന കലാസാഹിത്യ സംഘം പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുസ്തക പ്രകാശനവും കാസർഗോഡ് നടന്നു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി.
ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇബ്രാഹിം ചെറുകള, ബാലകൃഷ്ണൻ ചെറുകള, കുട്ടിയാന മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. പ്രൊഫസർ വി എൻ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ദുഃഖങ്ങളെ കുറിച്ച് പാടിയിരുന്നാൽ പോരാ, അത് മോശമാണെന്ന അർത്ഥത്തിലല്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഏകജീവിത അനശ്വര ഗാനം, ഒരുമയോടെ ഒരുമിച്ച് നിൽക്കുന്ന സംഘബോധമുള്ള മനുഷ്യന്റെ, മാനവികതയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ ഒരുമയുടെ കഥ. അതാണ് ഏറ്റവും വലിയ സാഹിത്യം. പി ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ ജന്മം ഇങ്ങനെയൊക്കെ എന്ന ഇബ്രാഹിം ചെറുക്കളയുടെ പുസ്തകവും, അജ്ജി എന്ന ബാലകൃഷ്ണൻ ചെറുക്കളയുടെ പുസ്തകവും, നഗരക്കാഴ്ചകൾ എന്ന കുട്ടിയാന മുഹമ്മദ് കുഞ്ഞിയുടെ പുസ്തകവും കടത്തനാട്ട് നാരായണൻ പ്രകാശനം ചെയ്തു. റഹ്മാൻ തായലങ്ങാടി, വാസു ചോറോട് തുടങ്ങിയവർ പുസ്തകം ഏറ്റുവാങ്ങി. സുകുമാർ അഴീക്കോട് അനുസ്മരണ പ്രഭാഷണം ഇ.പി. രാജഗോപാലൻ നിർവഹിച്ചു. മുജീബ് അഹമ്മദ്, കെ വി ഗോവിന്ദൻ, രവീന്ദ്രൻ കൊടക്കാട്, എസ് മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് പി ജയരാജൻ, ഇബ്രാഹിം ചെറുക്കള, കുട്ടിയാന മുഹമ്മദ് കുഞ്ഞി, കെ എച്ച് മുഹമ്മദ്, ബാലകൃഷ്ണൻ ചെറുക്കള തുടങ്ങിയവരും സംസാരിച്ചു. കല്യാണം ശ്രീമുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച 5 മണിക്ക് ഗണപതി ഹോമം, വൈകുന്നേരം 4 മണിക്ക് മലയിറക്കൽ, 7 മണിക്ക് വെള്ളാട്ടം എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് തിരുവപ്പന, രാവിലെ 10 മണിക്ക് മലകയറ്റൽ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ അന്നദാനം നടക്കും. കല്യാണം ശ്രീമുത്തൻ മടപ്പുരയുടെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം മാർച്ച് 5 തീയതിയിൽ കൊല്ലം തോറും നടത്തി വരികയാണ്. ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഈ പ്രദേശത്തെ കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും നാഗച്ചേരി അമ്പല കമ്മിറ്റിയുടെ പൂരക്കളി ഉണ്ടായിരിക്കുന്നത്. ആദരിക്കുന്ന പിന്നെ ജില്ലയിൽ സൈക്കിൾ റേസിംഗിൽ 1ാം സ്ഥാനം കിട്ടിയ TV അശോകുമാറിനെ ആദരിക്കൽ ചടങ്ങും പിന്നെ കുരുക്ഷേത്ര സംസ്കാര വേദിയുടെ പേരിൽ ഇന്ന് ആദരിക്കുന്നതായി. നാളെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. കൂട്ടക്കനി സ്കൂൾ മുറ്റത്തൊരുക്കിയ ക്യാബേജ്, കോളിഫ്ലവർ കൃഷി വിളവെടുപ്പിന് ഒരുങ്ങുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി മികച്ച വിജയമായതിൻ്റെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ 1ാമത്തെ ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടക്കനി ക്യാബേജ് കൃഷിയിലും വിജയം കൊയ്യുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ കൃഷി വിജയമായതിൻ്റെ ആഹ്ലാദത്തിലാണ് സ്കൂൾ അധികൃതർ. ക്രിസ്മസ് അവധിക്കാലത്താണ് കുട്ടികൾ 100 വീതം ക്യാബേജ്, കോളിഫ്ലവർ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ഈ വർഷം തന്നെ 4ഓളം വിദേശികളടങ്ങുന്ന ടീമടക്കം ഈ വിദ്യാലയത്തിൽ വന്നുചേരുകയും ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലായിക്കൊണ്ട് അവരുടെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് പകർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. സാധാരണ കടയിൽ കാണുന്ന കാബേജ്, കോളിഫ്ലവറിനേക്കാൾ 2-3 ഇരട്ടി വലിപ്പമുള്ള കാബേജും കോളിഫ്ലവറും ഉണ്ട് എന്നുള്ളത് ജൈവ കൃഷിയുടെ പ്രാധാന്യം കൂട്ടക്കനി സ്കൂളിൽ നിന്ന് എങ്ങനെ മുളച്ചു വരുന്നു എന്നതും കൂടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ നമ്മൾ കഴിയുന്നുണ്ടെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. സ്കൂളിലെ ഹരിതസേനയാണ് കൃഷി പരിചരിക്കുന്നത്. കുട്ടികളുടെ അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം മൂലം നല്ല വിളവാണ് ഇക്കുറി ലഭിച്ചിട്ടുള്ളത്. സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ മണ്ണിര കമ്പോസ്റ്റാണ് കൃഷിക്ക് വളമായി ചേർക്കുന്നത്. വിളവെടുപ്പ് വൻ ഉത്സവമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതരും കുട്ടികളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ സുരക്ഷാ നടപടികൾ പോലീസ് ശക്തമാക്കുന്നു. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് DIG S. ശ്രീജിത്ത്. ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ആശാകേന്ദ്രമായി പോളി ക്ലിനിക് കാഞ്ഞങ്ങാട്ട് തുടങ്ങി. ക്ഷേമനിധി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി KSKTU വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. നെല്ലിക്കാട്ടെ യുവാക്കളുടെ കൂട്ടായ്മ നാടിന് മാതൃകയാവുന്നു. കൂട്ടക്കനിയുടെ മുറ്റത്ത് ക്യാബേജും കോളിഫ്ലവറും വിളഞ്ഞു. ഇനി വിളവെടുപ്പ് കാലം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.